ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ഇപ്പോഴും സംശയത്തോടെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് റിലേഷൻഷിപ്പിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പരസ്പരം നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതിലുള്ള റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലേ, ഇനിയിപ്പോൾ വെറുതെ അഭിനയിക്കുന്നതായിരിക്കോ എന്നുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് ഒട്ടുമിക്ക പെൺകുട്ടികളിലും ഉള്ളൊരു ചിന്തയാണ്. സോ അതുകൊണ്ട് തന്നെ അവൻ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൈനുകൾ അവരിൽ കാണാനായിട്ട് കഴിയും. അതായത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് റിയൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനെങ്ങനെ പറ്റും എന്നുള്ളത് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ വേർഡ്സും ആക്ഷൻസും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വേർഡ്സും ആക്ഷൻസും ഒരേപോലെ ആയിരിക്കും ഒരു റിയൽ റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് അവരിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ കാര്യം പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്, പക്ഷേ നിങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത് മറ്റാരോടും ഇപ്പം നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, നിങ്ങളെ ഹൈഡ് ചെയ്ത് നിർത്തുക, നിങ്ങൾ വല്ല റിലേഷൻഷിപ്പ് ആരോട് പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ അവർ പറയുന്ന വാക്കുകളൊക്കെ അവർ സത്യസന്ധമായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്ന കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർ ആ ഏറ്റെടുത്ത കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവര് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, ഫോക്കസ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരിക. നോർമലി നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ നോക്കും. അപ്പൊ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേർഡ്സും ആക്ഷൻസും തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സമയം തരുന്നുണ്ടോ, എത്ര തിരക്കായാലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ശ്രദ്ധ തരിക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം തരിക. അതുണ്ടോ? ഇപ്പോൾ കോൾ ആയാലും മെസ്സേജ് ആയാലും ചിലപ്പോൾ നല്ല തിരക്കുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും, എത്ര തിരക്കുള്ള പേഴ്സൺ ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പരിഗണനയുണ്ട്, ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് ജസ്റ്റ് ഒരു മെസ്സേജ് പോലും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. നമ്മളെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ തന്നിട്ടില്ല നമുക്ക്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ എപ്പോഴും നിങ്ങളാണോ അവരുടെ കോളിനും മെസ്സേജിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യം നോക്കുക. എല്ലാ സമയത്തും എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ അവർ നിങ്ങളെ എപ്പോഴും വിളിക്കുന്ന ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അതായത് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ആളെന്താ വിളിക്കാത്തത്, ആളെന്താ മെസ്സേജ് അയക്കാത്തത്, എന്നിട്ട് അവർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ അവർ നിങ്ങളെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവർ നിങ്ങളെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ വലിയ രീതിയിലുള്ള പ്രാധാന്യമില്ല എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം അവർ കൃത്യമായി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. നിങ്ങൾ സാഡ് ആയിരിക്കുന്ന സമയത്ത് നല്ലൊരു ലിസണർ ആയിട്ട് അവർ മാറാറുണ്ടോ, നിങ്ങളുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ, എന്താണ് പറ്റിയത്, എന്താ റീസൺ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊക്കെ അവർ മുൻകൈ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് വിഷമം ഫീൽ ചെയ്യുന്നുണ്ടോ, അവരും സൈലന്റ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോഴും അതിൽ ഒരുപാട് കുറ്റപ്പെടുത്താതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആള് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതൊക്കെ പല ആളുകളും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിലിടാനാ നോക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരു റിയൽ ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തൊക്കെ കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളോട് അത് പേഴ്സണലി വന്ന് പറയണ്ടായിരിക്കും, ഒറ്റയ്ക്ക് വന്ന് പറയല്ലാണ്ട് കുറച്ച് പേര് കൂടി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ അവര് ചെയ്ത് തെറ്റാണെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഇടുക, ഇതൊന്നും നമ്മളുടെ അടുത്ത് അത്രയും ആത്മാർത്ഥത്തിലുള്ള ഒരു പേഴ്സൺ ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിൽ അതൊരു റിയൽ ആയിട്ട് ഉള്ള ഒരു ഇഷ്ടമായിട്ട് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കുക, കേൾക്കാൻ നിന്ന് തരിക, അതേപോലെ തന്നെ കുറ്റപ്പെടുത്താതെ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് പേഴ്സൺ ആണ്. മാത്രമല്ല നിങ്ങളോട് ശരിക്കും ഇഷ്ടവും ഉണ്ട്. ഇനി 4ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നോക്കുക. അതായത് ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ജോബ് ഉണ്ടായിരിക്കും, അതേപോലെ നമ്മുടെ കരിയറിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ട്ണർ എന്നുള്ള ആ ഒരു പേഴ്സണ് നമ്മൾ എന്തായാലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് അവരാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കാണണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവർ അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. നേരെ മറിച്ച് ഇവര് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവരുടെ ഫ്രണ്ട്സിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെക്കാൾ വാല്യൂ കൊടുക്കുന്നുണ്ടാവുക അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ ഫാമിലിക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ചില സമയങ്ങളിൽ ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. അതായത് റിലേഷൻഷിപ്പിലായിട്ടുള്ളവര് കുറെ പേര് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എപ്പോഴും ഫുൾ ടൈം അവര് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു, ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊരിക്കലും നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെയും അവർക്ക് വേണം. അതിന്റെ കൂടുതൽ ചില സമയങ്ങളിൽ അവരുടെ കൂടെ, അതായത് അവർക്ക് വേണ്ടപ്പെട്ട മറ്റുള്ള ആളുകളുടെ കൂടെ പോകുന്നത് ഒരിക്കലും തെറ്റല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവിടെ തെറ്റാവുന്നത്. നേരെ മറിച്ച് നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. എപ്പോഴും ഈ ഒരു മറ്റു കാര്യങ്ങൾ, അതായത് അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുമില്ല. നിങ്ങളെ കാണണമെന്ന് പറയുമ്പോൾ മേ ബി അവർ ഓക്കെ എന്നും പറയുന്നുണ്ടാവും, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മളോട് വലിയ രീതിയിലുള്ള താല്പര്യം ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പെരുമാറ്റ രീതികളിലൂടെ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം എങ്ങനെയുള്ളതാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെൺകുട്ടികളും ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ആൾക്ക് എന്നെ വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. ചിലർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. പക്ഷെ പലരും കുഴപ്പമില്ല, ഇത് ആളുടെ തിരക്ക് കാരണമൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു കള്ളത്തരം തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ആളുടെ തിരക്കൊണ്ടായിരിക്കും എന്നെ വിളിച്ച് സംസാരിക്കാത്തത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അല്ലേ, പോവാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഇടയിൽ എപ്പോഴെങ്കിലും എനിക്കൊരു മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ആ റിലേഷൻഷിപ്പ് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കടിച്ചു തൂങ്ങി ഇരിക്കാം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് സത്യത്തിൽ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും, കുറേ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും. അതെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, എന്നാലും ഈ റിലേഷൻഷിപ്പ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നിൽക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണം, പക്ഷെ ആളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. എനിക്ക് വലിയ പ്രാധാന്യം തരുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ പ്രാധാന്യം തരുന്നൊരു പേഴ്സണായിട്ട് മാറണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ, നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടത്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനുള്ള സൊല്യൂഷനാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അതിനുള്ള റിയൽ ആയിട്ട് 100% റിസൾട്ട് കിട്ടുന്ന സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്